മെറ്റനയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 2 പ്രിൻസിപ്പിൾസ് നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആയതുകൊണ്ടാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, വിധേയപ്പെടാൻ അറിയാത്ത ഒരു ഭാര്യയെ സ്നേഹിക്കാൻ അറിയാത്ത ഒരു ഭർത്താവിന് വിധേയപ്പെടാനും കഴിയുന്ന കുടുംബജീവിതങ്ങൾ ബ്രേക്കാകാനുള്ള സാധ്യതകളില്ല. അതാണ് അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളത് കേട്ടില്ലെങ്കിൽ അത് വീണ്ടും പോയി ഒന്ന് കേട്ടാൽ അത് നന്നായിരിക്കും. തുടർമാനമായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ ചില ഭർത്താക്കന്മാർക്ക് ചില ചിന്തകളുണ്ട്. ഭാര്യമാരെ വേദനിപ്പിക്കുകയും അവരെ ദുഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില അനുഭവങ്ങൾ കുടുംബജീവിതത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ്. കാരണം നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ആരോഗ്യവും എന്നെന്നും ഒരുപോലെ ഇരിക്കണമെന്നില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സെക്ച്വൽ ആക്ടിവിറ്റി അവർക്ക് കുറച്ച് കൂടുതൽ ഇനിഷ്യേറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് വേൾഡ്ലിയാണ്, അത് വേൾഡ്ലി നേച്ചർ ഓഫ് മാനാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അത് പറഞ്ഞാണ്. സെക്ച്വൽ ആക്ടിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, വിക്കഡ് നേച്ചർ പലപ്പോഴും പിശാച് അവരിൽ കൊണ്ടുവരും. ഭാര്യയെ ഉപദ്രവിക്കുക, ഭാര്യയുടെ ഇഷ്ടങ്ങൾ നോക്കാതിരിക്കുക, അവരെ ശപിക്കുക. ഒരു ആദ്യത്തെ പീരീഡിലൊന്നുമല്ല. ആദ്യം കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞ് ആ പഴയ രീതിയിലുള്ള ഒരു പ്രതികരണം ഭാര്യയിൽ നിന്ന് വരാതെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ചില ഭർത്താക്കന്മാരെ കാണുന്നുണ്ട്. പെർവേർട്ടഡായിട്ടുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞാണ്. നമ്മുടെ പല മീഡിയകളിൽ കൂടിയൊക്കെ കാണുന്നതൊക്കെ പ്രയോഗിക്കാനൊക്കെ തുടങ്ങുന്ന കാര്യമൊക്കെ ഞാനത് പറയുന്നില്ല. അതുകൊണ്ട് എനിക്ക് അവരോടൊരു ഉപദേശം പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്, സഭാപ്രസംഗി 7-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കരുത്, കാലത്തിന് മുമ്പേ നീ എന്തിനു മരിക്കുന്നു. ബി നോട്ട് ഓവർ മച്ച് വിക്കഡ്, നെയ്തർ ബി ഫൂളിഷ്. വൈ ഷുഡ് thou die before thy time. ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവരെക്കുറിച്ചൊരു ആയുസ്സൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം എഴുതിയിട്ടുണ്ട് എത്ര വയസ്സുവരെയൊക്കെ ജീവിക്കുക. അത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ്. എന്നാൽ ആയുസ് മുറ്റാതെ, ആയുസ്സെന്ന് പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത്, ബൈബിള് പഠിപ്പിക്കുന്നതും, മനുഷ്യ നീ ജഡമാവുന്നു, നിൻ്റെ ആയുസ് 120 സംവത്സരം. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണെന്നോ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അത് മോശ പറഞ്ഞപ്പോഴാണ് അത് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം എന്നൊക്കെ പറഞ്ഞ് അവർ മരുഭൂമി കൂടി ഇങ്ങനെയൊക്കെ നടന്ന് കഷ്ടപ്പെട്ടൊക്കെ വന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ സംവത്സരം 70 80 അന്നേരം 100 വയസ്സ് വരെ ജീവിക്കുന്നവരോ എങ്ങനെയാണ്? അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് അത് മാത്രമല്ല, തിന്മ പ്രവർത്തിച്ച്, ഇത് പറയുന്നതല്ല, കാലത്തിന് മുമ്പേ നീ എന്തിനു മരിക്കുന്നു എന്ന് ചോദിച്ചാൽ, തിന്മ പ്രവർത്തിച്ചിട്ട് 70-80 വയസ്സ് വരെ ജീവിക്കുമെന്ന് നീ ചിന്തിക്കരുത്. തിന്മ പ്രവർത്തിക്കുന്നവരോട് പറയുന്നതാണ്, ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന സമയം ചുരുക്കും. കാലത്തിന് മുമ്പേ നീ മരിക്കും. ദൈവം ഒരിക്കലും ഒരു വ്യക്തിയെ അവരുടെ ടൈമിന് മുമ്പ് റിമൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചില്ല. എന്നാൽ അവർ മരണാർഹമായ പാപം ചെയ്യുന്നതിനാൽ നേരത്തെ മരിക്കുന്നു. അവരെ അതിദുഷ്ടൻ എന്നൊക്കെ പറയും. നിങ്ങൾ അങ്ങനെയുള്ളൊരു കാറ്റഗറിയിലാകരുത്. എന്ന് പറഞ്ഞാൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പം വീണ്ടും ഞാൻ ഒരു ഭാഗം എടുത്ത് റെഫറൻസ് എടുത്ത് വായിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 15 തൊട്ടുള്ള വാക്യം ഞാൻ വായിക്കും. 1 യോഹന്നാൻ 5-ന്റെ 16 നമുക്കിപ്പം ഉദ്ദേശിക്കുന്നത്. 15 കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്,
അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. 17-ാം വാക്യം, ഏത് അനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താൻ. അപ്പോഴിവിടെ മരണത്തിന് അല്ലാത്ത പാപം, മരണത്തിന് ഉള്ള പാപം എന്നുവെച്ചാൽ മരണാർഹമായ പാപത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ പ്രാർത്ഥിക്കുന്നതിനകത്ത് മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് ആയിട്ട് പ്രാർത്ഥിക്കരുതെന്നാണ് പറയുന്നത്. കാരണം മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. മരണത്തിന് പാപമുണ്ട്, മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ തോന്നിവാസത്തിൽ ജീവിക്കുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല ഇവിടെ പറയുന്നത്. അവർ മരണാർഹമായ ഭൗതിക മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആത്മീയ മരണമല്ല ഇവിടെ, ഭൗതിക മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിന് തിന്മ വെടിയുക, തിന്മയിൽ ജീവിക്കരുത് എന്നുള്ളതാണ്. അതിൽ എന്താണ് ഈ മരണാർഹമായ പാപം എന്ന് പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മരണാർഹമായ പാപം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാപം എന്ന് പറയുന്നത്, നിങ്ങളെ ദൈവം യോജിപ്പിച്ചിരിക്കുകയാണ്, ഭാര്യ ഭർത്താവിനെ യോജിപ്പിക്കുകയാണ്. ജീവിത പങ്കാളിയെ നിന്ദിക്കുകയും അപമാനം വരുത്തുകയും അവളുടെ ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു മരണ അർഹമായ പാപമാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ, മാരേജിനകത്ത് തന്നെ നിങ്ങൾ വഴിവിട്ട ജീവിതം ജീവിച്ച് വ്യഭിചാരത്തിലേക്ക് അകപ്പെടുന്നത് മരണാർഹമായ പാപമാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സമയത്തിന് മുമ്പ് തന്നെ നീക്കപ്പെടും. അതാണ് ഒരു കാര്യം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പുരുഷന്മാർ, സ്ത്രീകളെ, നിങ്ങളിത് കേൾക്കുന്ന ആരെങ്കിലും മരണാർഹമായ പാപത്തിന് കീഴ്പ്പെടാനായിട്ട് പാടില്ല. ജീവിതം വഴിപിഴിച്ച് പോകരുത് എന്നോർക്കുക. ഇനി ഇതുമായിട്ട് ബന്ധമില്ലാത്ത 2-3 കാര്യങ്ങളൂടെ ഉണ്ട്. ഒന്ന്, രണ്ടാമത് പറയുന്ന ദൈവത്തിൻ്റെ അഭിഷക്തന് നേരെ വ്യാജം പറയുക എന്നുള്ളത് ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ അഭിഷക്തന് നേരെ വ്യാജം പറയാൻ പാടില്ല. ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പം എല്ലാവരും പൊട്ടന്മാരാണ്. പൊട്ടന്മാരെയാണല്ലോ ദൈവം തിരഞ്ഞെടുത്തത്. ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ ഫിഷർമെനും ഒന്നും കഴിവില്ലാത്തവരും പൊട്ടന്മാരും ഒക്കെ ആയിരുന്നു. അവർ ചിലപ്പോൾ അറിയാതെ ചില കാര്യങ്ങളെല്ലാം പറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ എടുത്തിട്ട് അലക്കി അവരെ നശിപ്പിച്ച് കളയുന്ന ദൈവത്തിൻ്റെ അഭിഷക്തന് നേരെ പറയുന്ന കാര്യങ്ങളൊക്കെ, വ്യാജം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മരണാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. മൂന്നാമത് മരണാർഹമായിട്ടുള്ള പാപങ്ങളാണ് പാവപ്പെട്ടവരെയും ബലഹീനരെയും പേടിപ്പിക്കുക എന്നുള്ളത്. പീഡിപ്പിക്കുന്നത് നിങ്ങളെക്കാളും കഴിവ് കുറഞ്ഞവരായിരിക്കും, കഴിവില്ലാത്തവരുണ്ടാവും. ജീവിതത്തിൽ തന്നെ ജീവിത പങ്കാളി ചിലപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളി നിങ്ങളുടെ അത്രയും കഴിവുണ്ടാവണമെന്നില്ല. എല്ലാവർക്കും ഒരേ സൃഷ്ടിയല്ല, എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഓരോരുത്തർ പേഴ്സണാലിറ്റിയും വ്യത്യാസമുണ്ട്. ആർക്ക് ഇന്ന കഴിവ് വേണം, ആർക്ക് ഇന്ന കഴിവ് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. ദൈവത്താണ് അവരെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലാക്കിയിരിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ എല്ലാ കഴിവും വേണമെന്നില്ല. നിങ്ങൾക്കില്ലാത്ത കഴിവായിരിക്കും ആ പാർട്ട്ണർക്കുള്ളത്. അത് കോംപ്ലിമെൻ്റ് ചെയ്യാനായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ കളിയാക്കി ചവിട്ടിക്കളയുന്ന അനുഭവം ഒരിക്കലും ഉണ്ടാകരുത്. ഇത് ഒരു മൂന്നാമത്തെ ഒരു കാരണമാണ് മരണാർഹമായ പാപം. നാലാമത് മരണാർഹമായ പാപം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ ദുഃഖിപ്പിക്കേണ്ടി വരുന്നത് മരണാർഹമായ പാപമാണ്. നമ്മൾ ഏത് പാപം ചെയ്താലും ദൈവത്തോട് നിലവിളിച്ചാൽ ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞാലും എന്നാൽ ക്ഷമിക്കപ്പെടാത്ത പാപമാണ് പരിശുദ്ധാത്മാവിന് നേരെ ചെയ്യുന്ന പാപം. എല്ലാറ്റിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ചില ആളുകൾ ചിന്തിക്കും, ഞാൻ എന്ത് പാപം ചെയ്താലും ദൈവത്തോട് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ ദൈവം എല്ലാം അങ്ങ് ഹിമം പോലെ വെണ്മയാക്കി ക്ഷമിച്ചു തരും. ക്ഷമിക്കുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിൻ്റെ പ്രോമിസാണത്. ആ ഹൃദയപൂർവ്വം ദൈവത്തോട് ഏറ്റു പറയുന്ന പാപങ്ങൾ ക്ഷമിക്കില്ല എന്ന് പറയുന്നില്ല. എന്നാൽ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം, ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മൾ ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സാത്താൻ ഒരു ഗേറ്റ് വേ തുറക്കുകയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. സിൻസിയർ റിപ്പൻറ്റൻസ് ആവശ്യമാണ്. ഹൃദയത്തിലാണ് റിപ്പൻറ്റൻസ് വേണ്ടത്. ഹൃദയത്തിൽ നിന്നാണ് റിപ്പൻറ്റൻസ് പറയേണ്ടത്. എല്ലാ മനുഷ്യർക്കും അവരുടെ ശരിയും തെറ്റുമുണ്ട്. 800 കോടി ജനങ്ങളുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള തെറ്റും ശരിയുമുണ്ട്, അല്ലേ? നിങ്ങളുടെ ശരി വേറൊരാളുടെ തെറ്റ്, വേറൊരാളുടെ ശരി ചിലപ്പോൾ നിങ്ങളുടെ തെറ്റ്, അങ്ങനെയുണ്ട്. എന്നാൽ നമ്മുടെ ശരിയും തെറ്റും നിശ്ചയിക്കുന്നത്
നമ്മുടെ സമൂഹവും നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ അയലോക്കക്കാരും ഒന്നും അല്ല നമ്മുടെ ശരിയും തെറ്റും നിശ്ചയിക്കുന്നത്. നമ്മുടെ ശരിയും തെറ്റും നിശ്ചയിക്കുന്ന ദൈവവചനമാണ്. ദൈവവചനത്തിലാണ് നമ്മളെ ന്യായം വിധിക്കുന്നത്. നമുക്ക് റിവാർഡ് തരുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്റ്റാൻഡേർഡിലാണ്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങൾ തുറന്നു, ന്യായവിസ്താര സഭ ഇരുന്നപ്പോഴേ പുസ്തകങ്ങൾ തുറന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും രീതിയിലൊക്കെ ജീവിച്ച് നമ്മുടെ പാർട്ട്ണർക്ക് ദോഷം വരുത്തി പാർട്ട്ണർക്ക് തിന്മ ചെയ്താൽ നമ്മളിങ്ങനെ ജീവിതകാലം മുഴുവൻ അങ്ങ് ജീവിച്ചു പോകാം എന്നൊക്കെ വിചാരിക്കുന്ന വെറും തെറ്റാണ്. ദൈവം സമയത്തിന് മുമ്പേ നീക്കപ്പെടും എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവത്താൽ യോജിപ്പിച്ചിട്ടുള്ള വിവാഹങ്ങൾക്കെതിരെ പിശാച് അറ്റാക്ക് ചെയ്യും, പിശാച് പ്രവർത്തിക്കും. 10-15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാരേജ് ഇപ്പോഴും ശരിയാകുന്നില്ലെങ്കിൽ, കൺസിസ്റ്റൻ്റായിട്ട് മാരേജ് ലൈഫിലൊരു സ്വസ്ഥതയില്ലെങ്കിൽ, ചിലപ്പോഴേ കൺസിസ്റ്റൻ്റായിട്ട് മാരേജ് ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴികളിലൊക്കെയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടും തുടർച്ചയായിട്ടുള്ള കലഹങ്ങൾ, അസംതൃപ്തി, കുഞ്ഞുങ്ങളുടെ ഭാവി ശരിയാകുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ അതൊക്കെ ചില കേസസിൽ നിന്ന്, ചില പൈശാചി അറ്റാക്കിൽ നിന്നാണ് കുടുംബത്തിലുണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഡെമണോളജിയിലേക്ക് നമ്മളൊന്ന് കടന്നു വരിക. അതിന് 5 മിനിറ്റ് സമയം കൂടി ആ ഡെമണോളജിയും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ സമയമെടുക്കുക. ഇന്ന് ഈ ഡൈവേഴ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ്. അതുകൊണ്ട് ഇതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് തീർക്കാമെന്ന് വിചാരിക്കുകയാണ്. ഏകദേശം ഈ ഡൈവേഴ്സിനെ കുറിച്ച് പറഞ്ഞ 6ാമത്തെ എപ്പിസോഡാണിത്. ഇത് പറഞ്ഞ് ഇതുകൂടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് തലമുറകളിലുള്ള ശാപങ്ങൾ ഇങ്ങനെ തലമുറകളായിട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കുഞ്ഞുങ്ങളുടെ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ നേരെ വരാത്തതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. എന്നാൽ പൈശാചി അറ്റാക്ക് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് എന്ന് മറന്നു പോകരുത്. അന്നേരം ഈ പൈശാചി അറ്റാക്ക് 5 രീതിയിൽ പിശാച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കിയത് ബിബ്ലിക്കലായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഡെമണോളജിയിലെ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പല രീതിയിലുള്ള അറ്റാക്കുകളുണ്ട്. ഡിമോണിക് സ്പിരിറ്റ്സ് പല രീതിയിലുള്ള അറ്റാക്കുകളുണ്ട്. അവർക്കും ഒരുപാട് ഹൈറാർക്കികളുണ്ട്. ലൂസിഫറിൻ്റെ കീഴിൽ കോടിക്കണക്കിന് ഡിമോണിക് ആക്ടിവിറ്റി ഡെമൺസ് ഉണ്ട്. അവർക്കും അതിനായിട്ടുള്ള ഹൈറാർക്കികളുണ്ട്. അതനുസരിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്ന്, പലതരമായിട്ടുള്ള ശാപങ്ങൾ കൂടി നമ്മുടെ കുടുംബങ്ങളിൽ വിച്ച് ക്രാഫ്റ്റ് ഓപ്പറേറ്റിംഗ് ത്രൂ ജനറൽ കേഴ്സുകളിൽ കൂടി വരുന്ന അനേകം വിച്ച് ക്രാഫ്റ്റുകൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത് കാണുന്നത് ലൈംഗികമായിട്ടുള്ള സ്വപ്നത്തിൽ കൂടിയും ആത്മീയമായിട്ട് ഡെമോണിക് സ്പിരിറ്റ് നമ്മുടെ ജീവിതങ്ങളിൽ കയറിയിട്ട് അൺഫോർഗീവ്നെസ്, അതുപോലെ നമ്മൾ ചൂടാകുക, പെട്ടെന്ന് ടെമ്പറേ ആകുക, അതുപോലെ കരുതാതിരിക്കുക, അതുപോലെ ചിലപ്പോഴേ പ്രോണോഗ്രഫിയിലേക്കൊക്കെ ഫാമിലിയെ കൊണ്ടുപോവുക, വ്യക്തികളെ കൊണ്ടുപോവുക, അഡൾട്ടറിയിലേക്ക് കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് ഒരു ഡെമോണിക് സ്പിരിറ്റാണ്. മൂന്നാമത് സ്പിരിറ്റ് ഓഫ് ജെസിബേൽ എന്നൊക്കെ പറയുന്ന സ്പിരിറ്റ് ഓഫ് ആൻറ്റി ക്രൈസ്റ്റ്, ഫാൾസ് പ്രോഫറ്റിൻ്റെ സ്പിരിറ്റ്, അങ്ങനെയുള്ള സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സ്പിരിറ്റ് ഓഫ് മറൈൻ സ്പിരിറ്റ് ഓഫ് ഓഷ്യൻ, ഗിവിങ് ഇമ്പോർട്ടൻസ് ടു സെക്ച്വൽ ഇമ്മൊറാലിറ്റി. അതുപോലെ തന്നെ ഈവിൾ ഓൾട്ടർ അതിലേക്ക് കൂടുതൽ എക്സ്പോസ് ആവുന്ന കുടുംബങ്ങളിലെ പൈശാചികമായിട്ടുള്ള അറ്റാക്കുകൾ വരുന്നു. ഇങ്ങനെ ഡിഫറെൻ്റ് 3-4 ടൈപ്പ് ഈവിൾ സ്പിരിറ്റ് കുടുംബ ജീവിതങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു. പ്രധാനമായിട്ട് വിച്ച് ക്രാഫ്റ്റുകൾ, അതുപോലെ ലൈംഗിക സ്വപ്നത്തിൽ കൂടി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പിരിറ്റുകൾ, അത് ഡിമോണിക് സ്പിരിറ്റാണ്. സ്പിരിറ്റ് ഓഫ് ജെസിബേൽ എന്ന് പറയുന്ന ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റുകൾ, സ്പിരിറ്റ് ഓഫ് മറൈൻ സ്പിരിറ്റ്, ലൈംഗികമായിട്ടുള്ള സെക്ച്വൽ ഇമ്മൊറാലിറ്റിക്ക് മനസ്സിൽ തോന്നുകയും കൊണ്ടുവരികയും ചെയ്യുന്ന ആത്മീയ സ്പിരിറ്റുകൾ, അതുപോലെ ഈവിൾ ഓൾട്ടറിൽ കൂടിയൊക്കെ വരുന്ന സ്പിരിറ്റുകൾ. ഇതിന്ന് അനേക ക്രിസ്തീയ ഭവനങ്ങളിലേക്ക് ഈ ആത്മീയമായിട്ട് അറ്റാക്കുകൾ വരുന്നതായിട്ട് കാണുന്നു. അങ്ങനെയുള്ളിടത്ത് സ്വസ്ഥതയില്ല, മക്കളുടെ ജീവിതം പലപ്പോഴും ശരിയാകുന്നില്ല. അതുപോലെ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് പറയുന്നതാണ്. മക്കളുടെ ജീവിതം സ്വസ്ഥമാകുന്നില്ല,
അതുപോലെ കുടുംബജീവിതത്തിൽ സമാധാനമില്ല, തുടർച്ചയായ അസംതൃപ്തി വരികയാണ്, വേറെ പാർട്ട്ണറെ അന്വേഷിച്ച് പോകുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ മൂന്നാമതൊരു പാർട്ട്ണർ വീട്ടിലേക്ക് വന്ന് കയറുന്ന പോലുള്ള അനുഭവങ്ങൾ മൂന്നാമതൊരാൾ വന്ന്, ഇതെല്ലാം തന്നെ വിവാഹമോചനത്തിലേക്ക് വരുന്ന കേസുകളായിത്തീരുന്ന ഭവനങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു നിർവാഹവും ഇല്ലെങ്കിൽ പ്രാർത്ഥന എന്ന ഓൾട്ടറിൽ നമ്മുടെ ലോൺലിനെസ്, നമ്മുടെ വേദന, നമ്മുടെ എംപ്റ്റിനെസ്, നമ്മുടെ പ്രയാസങ്ങൾ അന്യോന്യം നേരത്തെ പറഞ്ഞ ആ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞ് ഷെയർ ചെയ്ത് പ്രയോസനതയിലെ പ്രാർത്ഥന എന്ന ഓൾട്ടറിൽ നമ്മൾ പോയിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിജയം പ്രാപിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. സാത്താനുമായിട്ടുള്ള ഫൈറ്റിൽ യു ആർ ദ ഫൈറ്റർ. അത് നമ്മൾ ഫൈറ്റ് ചെയ്ത് നേടേണ്ട ആവശ്യമാണ്. ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല. ഭാര്യയും ഭർത്താവും ദൈവസന്നിധിയിലിരുന്ന് കംപ്ലൈൻറ്റ് പറയാതെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ചില ഭാര്യമാരുണ്ട് എപ്പോഴും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭാര്യയും ഭർത്താവും, സ്നേഹിക്കേണ്ട ഭാര്യ, ഹമ്പിൾ ചെയ്യേണ്ട ഭാര്യ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്നേഹിക്കേണ്ട ഭർത്താവ് അതിനെ റിറ്റാലിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്നേഹമല്ല, അന്യോന്യം വിട്ടുകൊടുക്കുന്ന സ്നേഹം. റൊമാൻറ്റിക് ലവ് ആവശ്യമാണ്. റൊമാൻറ്റിക് ലവിനൊക്കെ ഉപരിയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അൺകണ്ടീഷണൽ ലവ്, അഗപ്പെ ലവ് ആണ്. ഇത് നമുക്ക് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. മറ്റുള്ള പാർട്ട്ണറുടെ കുറവുകൾ, കുറ്റങ്ങൾ കണ്ട് അത് എക്സ്പോസ് ചെയ്ത് അത് പല്ല് കുത്തി മണപ്പിക്കുന്ന പോലെ അത് എക്സ്പോസ് ചെയ്യാനായിട്ടല്ല, അന്യോന്യം ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ച് ദൈവസന്നിധിയിലെ സഹനശക്തിയോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും അതിലെ ജയം കണ്ടെത്തുകയും ചെയ്യണം. പൈശാചി അറ്റാക്കിന് വേണ്ടി പിശാചി കയറി വരാനായിട്ട് പിശാചിന് വേണ്ടി ഒരു ഗേറ്റ് വേ നമ്മുടെ ജീവിതത്തിൽ തുറന്നു കൊടുക്കരുത്. കുടുംബജീവിതത്തിലെ പിശാചിൻ്റെ ഗേറ്റ് വേ പലപ്പോഴും തുറന്നു കൊടുക്കാനായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചാറ്റിങ്, നമ്മുടെ മറ്റു കമ്മ്യൂണിക്കേഷൻസ്, പല സൈറ്റുകളിൽ പോകുന്നത്, പല രീതിയിലുള്ള അഡിക്ഷൻസ്, ഈഗോയിസ്റ്റിക്കായിട്ടുള്ള ചിന്താഗതി, ഫെമിനിസ്റ്റിക്കായിട്ടുള്ള ചിന്താഗതികൾ, ഇതെല്ലാം തന്നെ ഇന്ന് നമ്മളെ നശിപ്പിച്ച് കളഞ്ഞ് നമ്മളെ അതിൽ കൂടി പിശാച് ഒരു ചെറിയ 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 സംശയങ്ങൾ അതിലേക്കിടും. ഇന്ന് നശിപ്പിച്ച് കളവാനായിട്ട് അനുവദിക്കും. നേരത്തെ ഞാൻ പറഞ്ഞാണ്, കുടുംബ പ്രശ്നത്തിൽ പറഞ്ഞാണ്, വീക്കിലി നമുക്കൊന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് ഒരുമിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട്. കഴിഞ്ഞൊരാഴ്ചക്കാലം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വന്ന കുറവുകൾ കർത്താവെ ഒന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ടുള്ള ഒരു വീക്ക്ലി സബത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ആ സമയത്ത് ദൈവസന്നിധിയിൽ ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു വിടുതൽ വരും. അല്ലാതെ കാണുമ്പോഴേ അടുത്തെന്താണ് ഡൈവേഴ്സ് എന്നുള്ളൊരു ചിന്തയല്ല. ഉടൻ തന്നെ വീട്ടിലോട്ട് ഭാര്യ ഫോൺ വിളിക്കും, എടി നീ എന്തിനാ അവിടെ നിൽക്കുന്നത്, നീ ആ കാറ് എടുത്തിഞ്ഞ് പോരെ എന്ന് അപ്പൻ പറയാനല്ല അപ്പനെ ഉദ്ദേശിക്കുന്നത്. അപ്പൻ മോളോട് പറഞ്ഞ് മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ ക്ഷമിക്കാനും മറക്കാനും പഠിക്കാനായിട്ട് പിതാവ് മകളെ പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെയാണ് വിജയം വരുന്നത്. അല്ല നീ കാറെടുത്തിഞ്ഞ് പോരെ, എനിക്കിഷ്ടം പോലെ ഇവിടെ പൈസയുണ്ട്, അപ്പനങ്ങ് മരിച്ചു പോകുമ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരും കാണത്തില്ല. എന്നാൽ ഇവിടെ ഭർത്താവ് ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കേണ്ട ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അവൾ വരുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, ജീവിതത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും കാര്യങ്ങൾ വിശകലനം ചെയ്യുവാനും അന്യോന്യം കുറ്റപ്പെടുത്താതെ സന്തോഷത്തോടെ വർത്തിക്കുകയും സ്നേഹത്തിൽ ജീവിക്കുകയും ചെയ്യുവാനായിട്ട് ദൈവം കൃപയൊടുക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിശാചിൻ്റെ അറ്റാക്കുകൾ ഇന്ന് കുടുംബത്തിൽ വന്ന് നഷ്ടപ്പെടുത്തി കളവാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ആ ഗേറ്റ് വേ നമ്മൾ ഒരിക്കലും തുറന്നു കൊടുക്കരുത്. അതുകൊണ്ട് മരണാർഹമായ പാപം ചെയ്യാനായിട്ട് ഒരിക്കലും ഇടവരുത്തരുത്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കുടുംബജീവിതത്തിലെ വിഷമതകൾ കൂടി കടന്നു പോകുന്നവരെ, വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നവരെ, അടുത്ത കുടുംബ കോടതിയിലെ ഡേറ്റ് വെച്ചിരിക്കുന്നവരെ, ഇന്നിത് കാണുന്നവരെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അതെല്ലാം കീറിക്കളവാനായിട്ട് ദൈവം ഇടവരുത്തും. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഇടവരുത്തും. ഭാര്യയെ സ്നേഹിക്കാനായിട്ടുള്ള ദൈവം ഇടവരുത്തും. ഭർത്താവിന് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇടവരുത്തും. സ്നേഹിക്കാത്ത ഭർത്താവിന് വിധേയപ്പെടുവാനായിട്ടും വിധേയപ്പെടാത്ത ഭാര്യയെ സ്നേഹിപ്പാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് ദൈവകൽപ്പന, ദൈവത്തിൻ്റെ പ്രമാണം.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഏതെങ്കിലും രീതിയിൽ പിശാചിനൊരു ഗേറ്റ് വേ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, മരണകരമായ പാപം ഭവനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ജീവിതപങ്കാളിയെ അപമാനിക്കാൻ, നശിപ്പിക്കാനായിട്ട് വഴിപിഴച്ച ജീവിതത്തിന് പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, അതെല്ലാം ഇന്നേ രാത്രികാലം നീ ക്ഷമിച്ച് നീ മടക്കി കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോട് ഹൃദയപൂർവ്വമായി എന്നോട് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലെ കർത്താവെ വിടുതലുകൾ നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ വിച്ച് ക്രാഫ്റ്റുകൾ, ഏതൊക്കെ രീതിയിലുള്ള കർത്താവെ മറൈൻ സ്പിരിറ്റ്സ്, ഏതൊക്കെ രീതിയിലുള്ള ഡെമോണിക് സ്പിരിറ്റ്, ഏതൊക്കെ രീതിയിലുള്ള സ്പിരിറ്റ് ഓഫ് ജെസിബേൽ, ഏതൊക്കെ രീതിയിലുള്ള ഈവിളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ആ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ അത് ഡിക്ലെയർ ചെയ്ത്, അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കും. നിൻ്റെ ആത്മാവ് അവിടെ എല്ലാം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഉപവാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവസേനയിൽ സന്തോഷിപ്പാൻ കുടുംബങ്ങളെ ഇടവരുത്തണമേ, സഹായിക്കണമേ. ചില കുടുംബങ്ങളെ ഇന്ന് പിശാച് കടിച്ച് കൊടഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കാണുന്ന ചില കുടുംബങ്ങളിലെ പൈശാചിക അറ്റാക്ക് അതിൻ്റെ ശക്തിയിൽ ഇന്നിരിക്കുകയാണ്. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ഇന്ന് രാത്രികാലം ദൈവം വലിയൊരു വിടുതൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരും. കുഞ്ഞുങ്ങൾ മടങ്ങിപ്പോയവരൊക്കെ തിരിച്ചു വരും. ഭവനത്തിൽ കയറാതെ ഇരിക്കുന്ന ഭർത്താവ് തിരിച്ചു വരും, ഭവനത്തിലേക്ക് തിരിച്ചു വരും. സ്തോത്രം. കർത്താവേ, ഞങ്ങളെ ഈ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ എന്നോട് പ്രാർത്ഥിച്ചവരെ ദൈവം വിടുവിക്കും എന്നുള്ള വാഗ്ദത്തത്തോട് സ്തോത്രം. എല്ലാ സ്പിരിറ്റ് ഓഫ് ജെസിബേലിനെയും, എല്ലാ സ്പിരിറ്റും മറൈൻ സ്പിരിറ്റിനെയും, എല്ലാ ഡെമോണിക് സെക്ച്വൽ സ്പിരിറ്റിനെയും, എല്ലാ അൺഫോർഗീവ്നെസ് സ്പിരിറ്റിനെയും, എല്ലാ വിച്ച് ക്രാഫ്റ്റിനെയും, എല്ലാ ഈവിൾ ഓൾട്ടറിനെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ രാത്രിയിലെ വലിയൊരു വിടുതലയക്കുകയും സഹായിക്കുകയും ചെയ്യും. കുടുംബത്തെ പഴയതുപോലെ ആക്ക്, സന്തോഷം കൊണ്ടുവരട്ടെ. കുഞ്ഞുങ്ങളെല്ലാം സന്തോഷത്തോടിരുന്ന് പാട്ടുപാടിയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ഇടാൻ, പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഡൈവേഴ്സിൻ്റെ ആ സീരീസ് എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും തുടർമാനമായിട്ടിത് ശ്രദ്ധിക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫൈനാൻസ് ഇൻ ദ ഫാമിലി, അതുപോലെ നമുക്ക് ഗർഭഛിദ്ര, അബോർഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. LGBT, അതുപോലെ കുഞ്ഞുങ്ങളുടെ, അതുപോലെ പേരൻറ്റിങ് ആസ്പെക്ട്സ്, ഇതെല്ലാം നമുക്ക് കവർ ചെയ്യണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ഇത് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.